നമസ്കാരം. വീട്ടിൽ ദാരിദ്ര്യത്തെയും കഷ്ടതകളെയും സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം, കഷ്ടത, ധനപരമായിട്ടുള്ള കുറവുകൾ എന്നീ കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വീട്ടിൽ നിലച്ച ക്ലോക്കുണ്ടെങ്കിൽ അത് നല്ലതല്ല. അത് ദാരിദ്ര്യത്തെയും കഷ്ടതകളെയും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പൊട്ടിയ കണ്ണാടികൾ വീട്ടിലുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്ത് മാറ്റിയേക്കണം. അതും ദാരിദ്ര്യം, കഷ്ടത ഇതുപോലുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് എനർജിയൊക്കെ ആഗിരണം ചെയ്യും. വേസ്റ്റുകൾ ഒന്നും വീടിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല. എല്ലാം അന്നെന്നുള്ള വേസ്റ്റുകൾ അന്നന്ന് തന്നെ ഡിസ്പോസ് ചെയ്തേക്കണം. ഇല്ലെങ്കിൽ മഹാലക്ഷ്മിയൊക്കെ ഇറങ്ങി ഓടിക്കളയും വീട്ടിൽ നിന്ന്. അതും ദാരിദ്ര്യത്തെയും കഷ്ടതകളെയൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ കൂട്ടിയിടുന്നതും അടുക്കള വൃത്തിയായി സൂക്ഷിക്കാതിരുന്നതും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. ദാരിദ്ര്യവും കഷ്ടതകളും പ്രശ്നങ്ങളും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഇതിൽ നിന്നുണ്ടാവും. കുളി കഴിഞ്ഞ് വന്നാൽ തോർത്ത് വിരിച്ച് ഉണക്കാനിടണം. ചില ആളുകൾ അത് ചുരുട്ടിക്കൂട്ടി കട്ടിലിൻ്റെ കാലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാറ്റിയിട്ടേക്കും. അങ്ങനെ ചെയ്യുന്നതും നല്ലതല്ല. അതും കുടുംബത്ത് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പോലുള്ള കാര്യങ്ങളും, ദാരിദ്ര്യം, കഷ്ടത, ധനപരമായിട്ടുള്ള ലാഭക്കുറച്ചിൽ എന്നുപോലുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇതൊരു കാരണമാകുന്നുണ്ട്. മാറാല പോലുള്ള കാര്യങ്ങൾ എപ്പോഴും തൂത്ത് വൃത്തിയാക്കി വെച്ചേക്കുക. വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. എങ്കിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, കഷ്ടതകളൊക്കെ മാറും, ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും, ലാഭം ഉണ്ടാകും, കുടുംബത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും. ഇതൊക്കെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.